അതുകൊണ്ടൊന്ന് പറയാട്ടോ. കാരണം ഇന്നലെ 2 വട്ടം ഞാൻ ലോഡ് ചെയ്തായിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങൾക്കത് കാണാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പബ്ലിക്കായിട്ടാണ് ലോഡ് ചെയ്ത് ഷെയർ ചെയ്തത്. പക്ഷെ ഒന്നൂടെ ഞാൻ സെൻഡ് ചെയ്യാം ഇന്നൂടെ പ്രൈവറ്റ് ആക്കിയിട്ട്. നിങ്ങളത് നോക്കിയിട്ട് ഒന്ന് പറയാട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് പൈത്തണിനകത്തെ നമുക്ക് ഡാറ്റ ടൈപ്സ് ആണെങ്കിലും ഫങ്ഷൻസ് ആണെങ്കിലും ഓപ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് അതിലെന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത് പഠിച്ചിട്ട് അത് എങ്ങനെയാണ് അല്ലെ എന്തിനാണ് ഒരു പ്രൊജക്റ്റിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഇപ്പൊ നമ്മുടെ പൈത്തന്റെ ഡാറ്റ ടൈപ്പ് ആയ സ്ട്രിങ്, ഇൻറ്റിജർ, ഫ്ലോട്ട്, പിന്നെ ലിസ്റ്റ് ഉണ്ട്, ടപ്പിൾ ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്, സെറ്റ് ഉണ്ട്. ഓക്കെ. അപ്പം നമുക്കത് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് നോക്കാം. അപ്പം എന്താണ് ഈ സ്ട്രിങ്? STRING. ഓക്കെ. ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് എന്താണ്? എന്താണ് ഈ സ്ട്രിങ്? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിന്. ഓക്കെ. വേറെ എന്തൊക്കെയാണ്? സ്ട്രിങ് നമുക്ക് എങ്ങനെ എഴുതാം? single quote or double quote. സിംഗിൾ കോഡ്സിലോ അല്ലെങ്കിൽ ഡബിൾ കോഡ്സിലോ വേണം നമുക്കത് എഴുതാനായിട്ട്. അപ്പൊ ഈ സ്ട്രിങ് നമുക്ക് എവിടൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെയാണ് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ എക്സാമ്പിൾ? നമ്മൾ ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഈ സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് അല്ലെ? നമുക്ക് അതിൻ്റെ അകത്ത് ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ എന്ത് എഴുതിയാലും അതെന്താണ്? സ്ട്രിങ് ആണ്. അപ്പൊ നമുക്ക് എവിടൊക്കെ ഈ ഒരു സ്ട്രിങ്ങിനെ അപ്ലൈ ചെയ്യാം? നമ്മൾ പ്രൊജക്റ്റിൽ സ്ട്രിങ് യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്ത പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിലൊക്കെ എവിടെയെങ്കിലും നമ്മൾ സ്ട്രിങ് യൂസ് ചെയ്യുന്നുണ്ടോ? സ്ട്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ എഴുതുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ ഈ പ്രിന്റ് ഫംഗ്ഷനകത്ത് ആ ഒരു കണ്ടീഷൻ എഴുതുകയാണ്. ഇഫ് എൽസ് കണ്ടീഷൻ എഴുതാണ്, ഇപ്പൊ ട്രൈ എക്സെപ്ഷൻ എഴുതാണ്. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ്? പ്രിന്റ് ഓഫ് അവൈലബിൾ ആണ്, അവൈലബിൾ, പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ യൂസർ ഓൾറെഡി ഉണ്ടെങ്കിൽ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് ആണ്. നമുക്കങ്ങനെ ഓരോ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വേറെ കൊടുക്കാം. നമ്മൾ ഡബിൾ കോഴ്സിൽ എന്ത് കൊടുത്താലും അതൊരു സ്ട്രിങ് ആണ്. അതായത് ഒരു വേരിയബിൾ നെയിമിനകത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രിങ്ങിനെ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമാണ് എടുക്കുന്നത്. ഓക്കെ. എ ഈക്വൽ ഹലോ. അപ്പൊ ഈ ഹലോ എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ് ഞാൻ എന്താണ്? ഡബിൾ കോഡ്സിലാണ് എഴുതിയേക്കുന്നത്. നമുക്കത് സിംഗിൾ കോഡ്സിലും നമുക്ക് എഴുതാം. ഇത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലാണ്? എയിലാണ് അല്ലെ? എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമിനകത്താണ് ഈ ഹലോ എന്ന് പറയുന്ന ഡേറ്റ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഈ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിം നമുക്ക് എത്ര വട്ടം പ്രിന്റ് വെച്ചിട്ട് കോൾ ചെയ്യാൻ പറ്റും? എക്സാമ്പിൾ ആണ്. നമുക്ക് എത്ര വട്ടം? ഇപ്പൊ ഞാൻ ഇവിടെ പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തു. അതായത് പ്രിന്റ് ഓഫ് എനെ വിളിച്ചു കഴിഞ്ഞാൽ എയ്ക്കകത്തുള്ള ഹലോ എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് എന്താവും? പ്രിന്റ് ആവും അല്ലെ? കണ്ടോ? ഹലോ എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് പ്രിന്റ് ആയി. അപ്പൊ എനിക്ക് എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനെ എനിക്ക് എത്ര വട്ടം എനിക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം? അല്ലെങ്കിൽ എനിക്ക് എത്ര പ്രിന്റ് ഫംഗ്ഷനിൽ കൊടുക്കാം? അല്ലെങ്കിൽ എനിക്ക് വേറെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതായത് എനിക്ക് പിന്നെയും ഈ ഒരു പ്രിന്റ് ഫംഗ്ഷൻ ഞാൻ എത്ര വട്ടം എ പ്രിന്റ് ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? ഈ ഹലോ തന്നെ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടില്ലേ?
അതായത് ഈ ഒരു വേരിയബിൾ എന്താണ്, നെയിം എന്താണ്, ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. നമുക്ക് പുറത്തുനിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു വേരിയബിൾ നെയിമിനകത്തുള്ള വാല്യൂ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ ഞാനിവിടെ പ്രിന്റ് ഓഫ് എ എന്ന് ഞാനൊരു 8 വട്ടം ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 9 വട്ടം ഞാൻ കൊടുത്തു. എന്താണ്, നമുക്ക് എയ്ക്കകത്തുള്ള വാല്യൂ തന്നെയാണ് നമുക്ക് ഹലോ ഹലോ എന്നുള്ളത് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഓക്കെ, അപ്പം ഈ എ എന്നുള്ളത് സ്ട്രിങ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. നമ്മൾ ജസ്റ്റ് പ്രിന്റ് ഓഫ് എ എന്ന് വിളിച്ചിട്ട് ആ ഹലോ എന്നുള്ളത് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. നമ്മൾ ഈ സിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് ഡേറ്റ ടൈപ്പ് ആണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. സ്ട്രിങ് ആണോ, ഇൻഡിജർ ആണോ, ഫ്ലോട്ട് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ പൈത്തണിനകത്ത് എന്താണ്, ഒരിക്കലും ഒരു വേരിയബിൾ നെയിമിനകത്തോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനകത്തോ പൈത്തൺ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല അതിൻ്റെ അകത്ത് ഈ ഒരു ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രിങ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻഡിജർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്ട്രിങ് കൊടുത്താലും ഇൻഡിജർ കൊടുത്താലും അതെന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ടൈപ്പ് ഡിക്റ്റേറ്റ് ചെയ്യും. സ്ട്രിങ് ആണ് സ്ട്രിങ്, ഇൻഡിജർ ആണെങ്കിൽ ഇൻഡിജർ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, ലിസ്റ്റ് ആണെങ്കിൽ ലിസ്റ്റ്, ടപ്പിൾ, ഡിക്ഷണറി, സെറ്റ്, ബൂളിയൻ. അപ്പൊ ഈ ഡബിൾ കോഡ്സിനകത്ത് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം, ക്യാരക്ടർ കൊടുക്കാം. ഓക്കെ, അങ്ങനെ എന്ത് വേണേലും കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ സ്ട്രിങ് ആയതുകൊണ്ട്, അതായത് ഇത് ഞാൻ പറയാണ് സ്ട്രിങ് ആണ്, അപ്പൊ ഇതും എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിക്റ്റേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് str ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുമോ നമുക്ക്. ഓൾറെഡി ഇത് സ്ട്രിങ് ആണ്, പിന്നെയും ഞാൻ str ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുമോ. നമുക്കത് എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് കിട്ടും, കാരണം അതും നമുക്ക് സ്ട്രിങ് ആണ്. നമ്മളപ്പം ഇങ്ങനൊരു കേസ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ട കേസ് ഇല്ല. അതായത് str ഓഫ് എ, ഇൻഡിജർ ഓഫ് എ, ഇൻഡ് ഓഫ് എ എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് അത് സ്ട്രിങ് ആണെന്ന് അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ടൈപ്പ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രിങ് ആണ് എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെ. ഇത് സ്ട്രിങ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ടൈപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എ, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് എ. അപ്പൊ എന്താണ്, ക്ലാസ് str ആണ്. കണ്ടോ, ക്ലാസ് str. അതേപോലെ തന്നെ ബി ഈക്വൽ 1 2 3 4. അപ്പം ഈ ഇൻഡിജർ നമുക്ക് എഴുതുമ്പോൾ ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സോ നമ്മൾ യൂസ് ചെയ്യേണ്ട കേസില്ല. ഓക്കെ, ഇതെന്താണ്, ഒരു ഇൻഡിജർ ആണ്. അപ്പൊ നമുക്ക് പ്രിന്റ് ഓഫ് ബി വിളിച്ചാലോ, പ്രിന്റ് ഓഫ് ബി കൊടുക്കാം. നമുക്ക് എന്തായിട്ടുണ്ട്, അതിന്റെ 1 2 3 4 എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇതൊരു ഇൻഡിജർ ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് ബി. ഓക്കെ, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് ബി. അപ്പൊ ഇതെന്താണ്, ഇതൊരു ഇൻഡിജർ ആണ്. ഓക്കെ, അപ്പൊ ഫ്ലോട്ട് എഴുതുന്ന സമയത്തോ സി ഈക്വൽ 8.9. അപ്പൊ പോയിന്റ് വരുന്നതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഡെസിമൽ വരുന്നതൊക്കെ എന്താണ്, ഒരു ഫ്ലോട്ട് ആണ്. ഓക്കെ, അപ്പോ പ്രിന്റ് ഓഫ് സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, പ്രിന്റ് ഓഫ് സി. നമുക്ക് ആ ഒരു വാല്യൂ നമുക്ക് അവിടെ കിട്ടും. 8.9 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിന്റെ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് സി. ഓക്കെ, ഫ്ലോട്ട്. അപ്പൊ നമുക്ക് സ്ട്രിങ് എന്നുള്ള ഡേറ്റ ടൈപ്പ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എ ഈക്വൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഹലോ എന്നുള്ള
ഡേറ്റ കൊടുത്തു. ഡബിൾ കോഡ്സിലാണ് ഞാൻ കൊടുത്തത്. ഇതിന്റെ അകത്തുനിന്ന് നമുക്ക്, അതായത് ഈ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഇപ്പൊ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റാസ് ആണ് നമ്മളോട് സ്റ്റോർ ചെയ്തേക്കുന്നത്, അല്ലെ? അപ്പം ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് ആണോ, ഇമ്മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്പ് ആണോ? ബിന്നിക്ക് പൈത്തൺ അറിയില്ലേ? അപ്പം എ എന്ന് പറയുന്നത് സ്ട്രിങ്ങിനകത്ത് സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു മ്യൂട്ടബിൾ ആണോ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂട്ടബിൾ ആണോ? സ്ട്രിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ഒരു ഇമ്മ്യൂട്ടബിൾ ആണോ മ്യൂട്ടബിൾ ആണോ? അല്ല, ഇമ്മ്യൂട്ടബിൾ. ഓക്കെ, അപ്പൊ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഇതിനകത്ത് രണ്ട് പറയൂ. വൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചേഞ്ച് അതെ. ചെയ്യാൻ പറ്റില്ല. സ്റ്റോർ ഒരു ആയിട്ടിരിക്കും. വട്ടം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഇതിന്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. മ്യൂട്ടബിളും ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ഡാറ്റ ടൈപ്സും ഉണ്ട്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഒരു വട്ടം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വൺസ് അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം ഈ എ എന്ന് പറയുന്ന വേരിയബിൾ നെയിമിനകത്ത് ഇപ്പൊ നമുക്ക് നോക്കിയേ, പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തപ്പോ എനിക്ക് ഹലോ എന്നുള്ള ഫുൾ ഡേറ്റ എനിക്ക് പ്രിന്റ് ചെയ്ത് വന്നു. അപ്പൊ എനിക്ക് ഫുൾ ഡേറ്റ എനിക്ക് പ്രിന്റ് ചെയ്ത് വന്നു. പക്ഷെ എനിക്ക് ഫുൾ ഡേറ്റ പ്രിന്റ് ചെയ്യണ്ട. എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരെണ്ണം അല്ലെങ്കിൽ എച്ച് മാത്രം പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇ മാത്രം പ്രിന്റ് ചെയ്യണം, എല് മാത്രം പ്രിന്റ് ചെയ്യണം, ഓ മാത്രം പ്രിന്റ് ചെയ്യണം. ഓക്കെ, എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ എലമെന്റ്സിനെയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ എച്ച് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് മാത്രം എനിക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യാം. അതായത് ഇൻഡെക്സ് വാല്യൂ രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒന്ന് നെഗറ്റീവ് സൈഡും ഉണ്ട്. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് സൈഡ് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? പോസിറ്റീവ് സൈഡിലാണെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്ത് വരും? ഇൻഡെക്സ് വാല്യൂ 0 വരും. ഓക്കെ, 0 1 2 3 4 5 നമുക്ക് അങ്ങനെ എന്താണ് പോകും. ഓക്കെ, ഒരു പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ. അപ്പൊ നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? അത് നമുക്ക് റിട്ടേൺ ആണ്. ഓക്കെ, അതായത് നെഗറ്റീവ് സൈഡ് വരുമ്പം -1 -2 -3 -4 -5 ആ ഒരു രീതിയിലാണ് നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എത്രയുണ്ട്? 0 1 2 3 4 ആണ് അല്ലേ? നമുക്ക് ലെങ്ത് ഉള്ളത് 0 1 2 അല്ല സോറി 1 2 3 4 5 ഉണ്ട് ലെങ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് -5, അതേപോലെ തന്നെ -4 -3 -2 -1 നമുക്ക് അങ്ങനെയാണ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓയുടെ വാല്യൂ നെഗറ്റീവ് സൈഡ് -1 ആണെങ്കിൽ പോസിറ്റീവ് സൈഡ് 5 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പ്രിന്റ് ഓഫ് എ എന്ന് കൊടുത്തപ്പം നമുക്ക് എന്ത് കിട്ടി? ഹലോ എന്നുള്ള ഡേറ്റ കിട്ടി. അതേപോലെ തന്നെ ഈ സ്ട്രിങ്ങിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റനെ അലോ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ, വേർഡിനെ, നമ്പേഴ്സിനെ ആണെങ്കിലും അത് അലോ ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഇതിന്റെ ലെങ്ത് കാണുന്നു ഫസ്റ്റ്. ഓക്കെ, അതായത് ഹലോ എന്ന് പറയുന്ന ഡേറ്റയുടെ ലെങ്ത് കാണണം എന്നുണ്ടെങ്കിൽ len യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത് കാണണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? പ്രിന്റ് ഓഫ് len ഓഫ് എ.
ഓക്കെ. പ്രിന്റ് ഓഫ് len ഓഫ് എ നമുക്ക് എത്രയാണ് 5 ആണ്. പിന്നെ വേറൊരു കേസ്, ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് എന്താണ്, നമ്മൾ ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. എന്തിനു യൂസ് ചെയ്യാം? നമുക്ക് ഇപ്പം കണ്ടീഷൻസ് എഴുതുമ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും സ്ട്രിങ് എന്താണ്, അതെങ്ങനെയാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. പക്ഷെ പ്രൊജക്റ്റിൽ നമുക്ക് ഈ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് എൽസ് കണ്ടീഷനിലൊക്കെ നമുക്ക് പ്രിന്റ് ഓഫ് ഡബിൾ കോഡ്സോ സിംഗിൾ കോഡ്സിലോ എന്ത് എഴുതിയാലും അതൊരു സ്ട്രിങ് ആണ്. ഓക്കെ. അത് നമ്മൾ പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രിന്റ് ആവും. ഇപ്പൊ നമുക്കിപ്പം എന്താണ് ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ബാക്ക് എൻഡ് സൈഡ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡബിൾ കോഴ്സിലോ സിംഗിൾ കോഴ്സിലോ കൊടുക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ ഞാനിപ്പം പ്രിന്റ് ഓഫ് len ഓഫ് എ കൊടുത്തപ്പം എയുടെ ലെങ്ത് കണ്ടു അല്ലെ. എയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ 1 2 3 4 5. അപ്പൊ ഇവിടെ ഡബിൾ എൽ ഉണ്ട്. അതെന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റ ഇതിൻ്റെ അകത്ത് അലോ ചെയ്യും. ഞാനിവിടെ ഓ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടാലും ഒരു സ്പേസ് ഇട്ടാലും അതുവരെ എന്താവും? കൗണ്ട് ചെയ്യും. 6 7 8 9 10. ഇപ്പൊ നമുക്ക് എന്തുണ്ട്? 10 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്കിപ്പം ഈ ഒരു ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പം 0 1 2 3 4 5 വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു സ്പേസ് ആണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളൊരു പ്രൊജക്റ്റിൽ നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും, ഇന്നലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, DC സ്പേസ് ക്ലാസ് എന്ന് കൊടുത്തു. അപ്പൊ അവരെന്താണ് പറയുന്നത്? വൈറ്റ് സ്പേസ് അവര് അലോ ചെയ്യില്ല. വൈറ്റ് സ്പേസ് എന്ത് ചെയ്യില്ല? അലോ ചെയ്യില്ല. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കേസ് എഴുതണം എന്നുണ്ടെങ്കിൽ ഇപ്പം പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം. അതായത് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണണം. അപ്പൊ നമ്മൾ ഒരുമിച്ച് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് എഴുതത്തില്ല. ചിലപ്പോൾ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്പേസ് ഡീറ്റെയിൽ എന്ന് എഴുതത്തില്ല. അപ്പം അങ്ങനെയുള്ളതൊക്കെ എന്താണ്? ഒരു വൈറ്റ് സ്പേസ് ആണ്. നമ്മുടെ പൈത്തണിനകത്ത് റിജക്ട്സ് എഴുതും. അതായത് റിജക്ട്സ് എന്തിനാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡിന് തന്നെ കുറെ റൂൾസ് ഉണ്ട്. അതായത് പാസ്വേഡിന്റെ റൂൾസ് എന്തൊക്കെയാണ്? നമ്മുടെ പാസ്വേഡിന്റെ റൂൾസ്, നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പം അതിൽ കുറെ ഒരു 4-5 പോയിന്റ്സ് എഴുതിയിട്ടുണ്ടാവും. എന്താണ് അത്? നമ്പേഴ്സ്, അപ്പർ കേസ്, ലോവർ കേസ്, ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. അതെ. അപ്പർ കേസ്, ലോവർ കേസ്, ക്യാരക്ടേഴ്സ് കൊടുക്കണം, നമ്പർ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ആ ഒരു പാസ്വേഡ്. അതിൽ ഇതെല്ലാം നമുക്ക് കൊടുക്കണമെന്നുണ്ടോ? ഇല്ല, ഇതിന്റെ ഒരു ചിലപ്പോ കൊടുക്കേണ്ടി വരും, ചിലപ്പോ അതെ. കൊടുക്കണ്ട. ചില കണ്ടീഷനിൽ കൊടുക്കുക. അപ്പം ഇപ്പം നമ്മളിപ്പം ഒരു അപ്പർ കേസും ഒരു ലോവർ കേസ് എന്നും പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും ആദ്യത്തെ എന്താണ്? സി ക്യാപിറ്റൽ ലെറ്റർ എഴുതും. പിന്നെന്താണ്? സ്മോൾ ലെറ്റർ ആണ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് അറ്റ് കൊടുക്കും. പിന്നെ നമുക്ക് 1 2 3 കൊടുക്കും. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ആയി. ക്യാരക്ടറായി, നമ്പറായി, അപ്പർ കേസായി, ലോവർ കേസായി. അപ്പൊ ചില കണ്ടീഷനിൽ കൊടുക്കണ്ടാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് കൊടുക്കണ്ടാത്തത്? അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, നമ്മളിപ്പം ചില കണ്ടീഷനിൽ നമുക്കത് കൊടുക്കേണ്ട കേസ് ഇല്ല. പക്ഷെ പാസ്വേഡിന്റെ ഓതന്റിക്കേഷൻ റൂളില് നമ്മളിത് 4 ഫോളോ ചെയ്യണം. ഓക്കെ. ചില കണ്ടീഷനിൽ അത് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇതെടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പം ഈ ഒരു റിജക്ട്സിനകത്തും നമുക്ക് ഒരിക്കലും വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരു പാസ്വേഡ് എഴുതുവാണ്. ഓക്കെ. ഒരു അപ്പർ കേസ് കൊടുത്തു, 2 ലോവർ കേസ് കൊടുത്തു, ക്യാരക്ടർ കൊടുത്തു, സ്പേസ് ഇട്ടിട്ട് നമുക്കൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വർക്ക് ആവത്തില്ല. അപ്പം റിജക്ട്സ് പാറ്റേൺ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താണ് വൈറ്റ് സ്പേസ് ഒഴിവാക്കുന്നത്? /s കൊടുക്കും, അല്ലെങ്കിൽ s/ കൊടുക്കും. ഓക്കെ. അത് പാറ്റേൺ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു കോഡ് എഴുതുന്ന സമയത്ത് നമുക്കിപ്പോൾ ഓരോ വൈറ്റ് സ്പേസ് കൊടുക്കുന്നതനുസരിച്ചും അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുന്നതനുസരിച്ചും
നമുക്ക് എന്താണ് ലെങ്ത് കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ഇൻഡെക്സ് വാല്യൂ ഞാൻ യൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എനിക്ക് എന്താണ് പ്രിന്റ് ആവേണ്ടത്? എനിക്ക് ഒ എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് എനിക്ക് അവിടെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പം ഒയുടെ പൊസിഷൻ ഏതാണ്? പോസിറ്റീവ് സൈഡിൽ നമ്മൾ കൗണ്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാം? 0 1 2 3 4 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ഇൻഡെക്സ് വാല്യൂ ആക്സസ് ചെയ്യാം? പ്രിന്റ് ഓഫ് എ ഓഫ് 4. ഓക്കെ, റൺ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് ഓ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. അതേപോലെ തന്നെ ഇപ്പം 5 കൊടുത്തു. 5 കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് റൺ ചെയ്യാണ്. ആക്ച്വലി നമ്മളിവിടെ കർസർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അതാണ് 5ൻ്റെ. ഇപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ ഈ കർസർ ഇപ്പൊ എവിടെയാണ്? ഓയുടെ അവിടെയാണ്. അപ്പൊ നമുക്കിപ്പോ ഒരു 7 കൊടുക്കുവാണ്. 7 കൊടുക്കുമ്പോഴോ നമുക്ക് അവിടെ തന്നെയാണ്, നമുക്ക് സ്പേസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇഷ്യൂ വന്നത്. നമുക്കാണെങ്കിൽ അല്ലെങ്കിൽ നോക്കിക്കോണേ, പ്രിന്റ് ഓഫ് എ ഓഫ് 6 കൊടുക്കാം. ഓക്കെ, റൺ ചെയ്യാം. 6 ഇവിടെ, 7 ഇവിടെ. ഓക്കെ, നമുക്ക് ആ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ 7 ആണെങ്കിലും 6 ആണെങ്കിലും നമുക്കത് അവിടെ കൗണ്ട് ചെയ്ത് കാണും. ഓക്കെ, അപ്പം ഒരു പോസിറ്റീവ് സൈഡിൽ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0 മുതൽ നമുക്ക് കൗണ്ട് ചെയ്യണം. ഇപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ഞാൻ ഒഴിവാക്കുവാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു 9 കൊടുക്കുവാണ്. ഓക്കെ, റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് എറർ? ഒരു ഇൻഡെക്സ് എറർ ആണ്. ഓക്കെ, ആരാണ് അൺമ്യൂട്ട് ചെയ്യാത്തത്? ഫാത്തിമ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? ഇൻഡെക്സ് എറർ ആണ്. ഇൻഡെക്സ് എറർ എന്ന് പറയുന്നതിൽ സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് ആണ്. അപ്പം നമ്മൾ ഇല്ലാത്ത ഒരു ഇൻഡെക്സ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങിന് ഔട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു സ്ലൈസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എറർ വരത്തില്ല. അതായത് ഇൻഡെക്സ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഡബിൾ കോട്ട്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ആക്ച്വലി 4 അല്ലോ ഉള്ളൂ. അതായത് 0 1 2 3 4 6 7 8 9 എന്നുള്ള ഒരു ഡേറ്റ നമ്മുടെ അതിൻ്റെ അകത്ത് ഇല്ല. സോ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ഇൻഡെക്സ് എറർ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനിയിപ്പം മൈനസ് നോക്കിയാലോ, -2 നോക്കി കഴിഞ്ഞാൽ 0 1 അല്ലേ? അല്ല സോറി, -1 -2 എല്ലാം ആണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ -9 കൊടുത്താലോ എന്താണ്? ഒരു ഇൻഡെക്സ് എറർ ആണ്, അതായത് സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. അപ്പോ ഈ ഇൻഡെക്സ് വാല്യൂ നമ്മൾ സ്ട്രിങ്ങില്, ലിസ്റ്റില്, ടപ്പിളില് യൂസ് ചെയ്യും. ഓക്കെ, അതായത് സ്ട്രിങ്ങില്, ലിസ്റ്റിലും ടപ്പിളിലും ഈ ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താണ് ഇൻഡെക്സ് എറർ? സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ലിസ്റ്റിൽ വരുമ്പോൾ ലിസ്റ്റ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്, ടപ്പിളിൽ വരുമ്പോൾ ടപ്പിൾ ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. ഡാറ്റ ടൈപ്പ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് 0 കൊടുത്താലോ, പോസിറ്റീവ് സൈഡിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എച്ച് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ തന്നെ എ ഈക്വൽ ഹലോ, അതേപോലെ തന്നെ ബി ഈക്വൽ പൈത്തോൺ, സി ഈക്വൽ ഹലോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എയ്ക്കകത്തും സിക്കകത്തും സെയിം ഡേറ്റയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡബിൾ ഈക്വൽ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനിവിടെ പ്രിന്റ് ഓഫ് എ ഡബിൾ ഈക്വൽ ബി എന്ന് കൊടുത്തു. പ്രിന്റ് ഓഫ് എ ഡബിൾ ഈക്വൽ ബി എന്നിട്ട് റൺ ചെയ്യുകയാണ്. അപ്പം നമുക്ക് എന്താണ്? ഫാൾസ് ആണ് അല്ലേ? കാരണം എയ്ക്കകത്തുള്ള ഡേറ്റയും ബിക്കകത്തുള്ള ഡേറ്റയും സെയിം അല്ല. അപ്പം അതുകൊണ്ട് എന്താണ്? ഫാൾസ് ആണ്. എ ഡബിൾ ഈക്വൽ സി കൊടുത്തു കഴിഞ്ഞാൽ
ട്രൂ ആണ്. കാരണം എയ്ക്കകത്തുള്ളതും സിക്കകത്തുള്ളതും സെയിം ഡേറ്റയാണ്. അപ്പോൾ ഈ ഡബിൾ ഈക്വൽ കൊടുക്കുന്നത് എന്തിനാണ്? കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഫോംസ് കണ്ടുണ്ടോ? അതായത് ഫോം, നമ്മുടെ ലോഗിൻ ഫോം, രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ നമ്മളൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഒരു ബാങ്കിലേക്ക് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. പിന്നെയും എന്തിനാണ് ഒരു വട്ടം കൂടെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നത്? എന്തിനാണ്? നമുക്ക് ഒരു വേരിഫിക്കേഷൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ ഈ ഡബിൾ ഈക്വൽ കൊടുക്കുമ്പോഴും ഈ ഡബിൾ ഈക്വലിന് അവിടെ ഒരു റോളുണ്ട്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോമിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നമ്മൾ ഒരു അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാണ്. അപ്പൊ അതെന്താണ്? A1 ആയിരിക്കും. ഓക്കെ, A2-നകത്ത് അത് ഈ സെയിം വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും സെൻഡ് ചെയ്യാൻ പറ്റില്ല. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് പാസ്വേഡ് ഡബിൾ ഈക്വൽ പാസ്വേഡ് 2 ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇഫ് അക്കൗണ്ട് 1 ഈക്വൽ അല്ലെങ്കിൽ ഇഫ് അക്കൗണ്ട് 1 ഡബിൾ ഈക്വൽ അക്കൗണ്ട് 2 അത് മാച്ച് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കവിടെ ക്യാഷ് സെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഡബിൾ ഈക്വൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രിന്റ് ഫംഗ്ഷനകത്ത് ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടിയത്? ട്രൂ അല്ലെങ്കിൽ ഫോൾസ് അല്ലെ? ട്രൂ ആണെങ്കിൽ അതായത് എ ഡബിൾ ഈക്വൽ സി എന്താണ്? ട്രൂ ആണ്. അതായത് എയ്ക്കകത്തുള്ള വാല്യൂയും സിക്കകത്തുള്ള വാല്യൂയും സെയിം ആണ്. സോ നമുക്ക് ട്രൂ ആണ്. എ ഡബിൾ ഈക്വൽ ബി കൊടുത്തപ്പോൾ എന്താണ്? ഫോൾസ് ആണ്. ബി ഡബിൾ ഈക്വൽ സി കൊടുത്താലും ഫോൾസ് ആണ്. അപ്പൊ നമ്മൾ പാസ്വേഡ് ആണെങ്കിലും അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈഫ് ഒരു കണ്ടീഷൻ കൊടുക്കും. അപ്പൊ കണ്ടീഷൻ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ ഒരു കേസിനും കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, അതാവാം, അതല്ലെങ്കിലോ? അതല്ലെങ്കിൽ അടുത്തൊരു മെസ്സേജ് പ്രിന്റ് ആണ്, അല്ലെങ്കിൽ അടുത്തൊരു പേജിലേക്ക് പോകണം. അതാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ പ്രിന്റ് ആവണം. ഇപ്പൊ നമ്മൾ എന്തൊരു കേസ് എഴുതിയാലും, ഇപ്പം ഒരു ലോഗിന്റെ പേജ് എഴുതാം അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ പേജ് എഴുതാം. യൂസർ നെയിം നമുക്ക് ചെക്ക് ചെയ്യാം. യൂസർ നെയിം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരണം. ഇൻ കേസ് പാസ്വേഡ് 1 പാസ്വേഡ് 2 ഇഫ് പാസ്വേഡ് 1 ഡബിൾ ഈക്വൽ പാസ്വേഡ് 2 ഓക്കെ ആണെങ്കിൽ മാത്രമേ യൂസർ നെയിം കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കണ്ടീഷൻസ് നമ്മുടെ എന്താണ്? പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ പ്രിന്റ് ഓഫ് എ ഡബിൾ ഈക്വൽ സി എന്ന് ജസ്റ്റ് ഞാൻ കൊടുത്തു. അപ്പം എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടിയത് ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പൊ ഒരു യൂസർ എന്ന് കാണുമ്പോൾ ട്രൂ ഓർ ഫോൾസ്, അപ്പം ശരി അല്ലെങ്കിൽ തെറ്റ്. ഓക്കെ, അപ്പൊ ഇനി അതല്ല, എനിക്ക് ലോഗിൻ എന്ന് പറയുന്ന മെസ്സേജോ അല്ലെങ്കിൽ യൂസറിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് കാണിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കണ്ടീഷൻസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എല്ലാത്തിന്റെയും ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം അല്ലെ? പ്രിന്റ് ഓഫ് എ, പ്രിന്റ് ഓഫ് ബി, പ്രിന്റ് ഓഫ് സി എന്ന് വിളിച്ചാൽ അതിൻ്റെ അകത്തുള്ള വാല്യൂ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഇവിടെ ഇപ്പം ഞാനിപ്പം ഇതേ സെയിം കാര്യം തന്നെ നമുക്കൊരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അതായത് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാണ്. ഇഫ് ഓക്കെ, ഇഫ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണോ എഴുതിയത് അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇഫ് എ ഡബിൾ ഈക്വൽ സി, എ ഡബിൾ ഈക്വൽ സി ട്രൂ ആണെങ്കിൽ, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഓഫ് ജസ്റ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു മെസ്സേജ് എനിക്ക് പ്രിന്റ് ആവണം. ഇൻ കേസ് ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്കൊരു എൽസ് പാർട്ട് കൊടുക്കണം. അതായത് ഇഫ് എൽസ് കണ്ടീഷൻ, ഇഫ് എലിഫ് നമുക്ക് യൂസ് ചെയ്യാം കണ്ടീഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി.
അപ്പം ഇഫ് എൽസ് കണ്ടീഷൻ പ്രിന്റ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, സോറി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഇപ്പം നമ്മളിവിടെ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്, ലോഗിൻ അല്ലേ, കറക്റ്റ് ആണ്. എയ്ക്കകത്ത് ഹലോ ആണ്, സിക്കകത്തും സെയിം തന്നെയാണ്. സോ നമുക്ക് ലോഗിൻ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനിയും എ ഈക്വൽ ബി ആണെങ്കിൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് ഇടുന്നത്, സോറിയാണ് അല്ലേ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇഫ് എൽസ് കണ്ടീഷൻ ഞാൻ കാണിച്ചു തന്നത്. ഇനി ഒരു യൂസർ ഇൻപുട്ട് ടൈപ്പ് ചെയ്യുവാണെങ്കിലോ, ഒരു യൂസർ ഒരു ഡേറ്റ ടൈപ്പ്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് ഒരിക്കലും യൂസറിനെ കാണിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് കണക്ട് ചെയ്യുമ്പോൾ യൂസറിന്, നമുക്കിപ്പോൾ ഒരു ഇ കൊമേഴ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സെർച്ചിന്റെ ഓപ്ഷൻ ഉണ്ട്, അത് ഫിൽട്ടർ ചെയ്തിട്ട് കാണാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോറി ബുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്യാം. കൺട്രോൾ F കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സി എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. കണ്ടോ. അപ്പം ഒരിക്കലും നമ്മൾ എഴുതുന്ന കോഡ് അതിന്റെ ഔട്ട്പുട്ട് യൂസറിന് കാണിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂസർ ഇൻപുട്ട് വെച്ചിട്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്കത് ചെക്ക് ചെയ്യാം, നമുക്കൊരു യൂസർ ഇൻപുട്ട് നമുക്ക് കൊടുക്കണം. അതായത് എ ഈക്വൽ ഞാൻ ഹലോ എന്ന് കൊടുത്തു, ഹലോ. യൂസർ ഹലോ എന്ന് അടിച്ചാൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, ലോഗിൻ എന്നുള്ള മെസ്സേജ് മാത്രമേ വരത്തുള്ളൂ. അപ്പം നമുക്ക് യൂസർ ഈക്വൽ ഇൻപുട്ട് ഓഫ് എൻ്റർ വാല്യൂ അല്ലെങ്കിൽ എൻ്റർ ഡേറ്റ എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പം ഈ ഇൻപുട്ട് വാല്യൂ കൊടുക്കുന്നത് ഒരു യൂസറിന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തിനാണ് എൻ്റർ ഡേറ്റ എന്ന് കൊടുത്തത്, ഇത് അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടിയാണ്. നമ്മളിപ്പം ഫീൽഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ, അതായത് രജിസ്ട്രേഷൻ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ബോക്സിനകത്ത് യൂസർ നെയിം, പാസ്വേഡ് എന്നുള്ളതെല്ലാം കാണും അല്ലേ. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഡേറ്റ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ യൂസർ ഈക്വൽ ഇൻപുട്ട് ഓഫ് എൻ്റർ ഡേറ്റ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇഫ് യൂസർ ഡബിൾ ഈക്വൽ എ. ഓക്കെ, ഇഫ് യൂസർ ഡബിൾ ഈക്വൽ എ. ഓക്കെ, അപ്പം ഇഫ് യൂസർ ഡബിൾ ഈക്വൽ എ. അപ്പൊ ഇഫ് യൂസർ ഡബിൾ ഈക്വൽ എ എന്ന് പറയുമ്പം എങ്ങനെയാണ്, യൂസർ ഡബിൾ ഈക്വൽ എ, എയുടെ എക്കകത്തുള്ള സ്റ്റോർ ചെയ്ത വാല്യൂ എന്താണ്, എക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ ഹലോ ആണ് അല്ലേ. അപ്പം യൂസറിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇല്ല. അതൊരു ഇൻപുട്ടാണ്. കാരണം യൂസറിന് ഇഷ്ടമുള്ള ഡേറ്റ ടൈപ്പ് ചെയ്യാം. അപ്പൊ എന്താണോ ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുന്നത്, ഇപ്പൊ യൂസറിനകത്ത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുവാണ്, കൊച്ചി എന്ന് ടൈപ്പ് ചെയ്തു, അപ്പം അത് മാച്ച് ആണോ, അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് കൊടുക്കാം, പ്രിന്റ് ഓഫ് എന്താണ്, ലോഗിൻ എന്ന് കൊടുക്കാം. അതായത് യൂസർ ടൈപ്പ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ കറക്റ്റ് യൂസർ നെയിം ചെക്ക് ചെയ്താൽ മാത്രമേ, ഓതന്റിക്കേഷൻ എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ലോഗിൻ ആവത്തുള്ളൂ. ഇപ്പൊ ഞാനിവിടെ ഇഫ് യൂസർ ഡബിൾ ഈക്വൽ എ പ്രിന്റ് ഓഫ് ലോഗിൻ കൊടുത്തു. ഇഫ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ആയി വരണം, പ്രിന്റ് ഓഫ് ലോഗിൻ. അപ്പൊ നമുക്ക് ഈ കോളൻ ഇട്ടിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഇതിൻ്റെ അകത്ത് എഴുതിയത്, ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിന്റ് വർക്ക് ആവണം. അപ്പൊ നമുക്ക് ഇവിടെ കോളൻ യൂസ് ചെയ്യണം. ഫംഗ്ഷൻ എഴുതുമ്പോൾ കോളൻ യൂസ് ചെയ്യണം, കണ്ടീഷൻസ് എഴുതുമ്പോൾ കോളൻ യൂസ് ചെയ്യണം, ട്രൈ എക്സെപ്ഷൻ അതേപോലെ തന്നെ എഴുതുമ്പോൾ കോളൻ യൂസ് ചെയ്യണം. ഇത് ഞാനിപ്പം ഈ ഒരു പ്രിന്റ് ഫംഗ്ഷൻ ഞാനിവിടെ ഫസ്റ്റ് ലൈനിൽ കൊണ്ട് എഴുതി എന്നുണ്ടെങ്കിൽ റൺ ചെയ്യാണ്, ഒരു ഇൻഡന്റേഷൻ എററാണ്. ലൈൻ 31 ഇൻഡന്റേഷൻ എറർ വന്നത്. അപ്പം നമുക്ക് കോളൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കർസർ വന്ന് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആയിരിക്കണം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എൽസ് പാർട്ട് കൊടുക്കുകയാണ്. എൽസ് പ്രിന്റ് ഓഫ് അല്ലെങ്കിൽ
ട്രൈ എഗെയിൻ എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇവിടെ റൺ ചെയ്യാണ്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നോക്കി എൻ്റർ ഡേറ്റ. എൻ്റർ ഡേറ്റ എന്താണ്? യൂസർ ഇൻപുട്ട് ആണ്. അപ്പം ഞാനിവിടെ എന്താണ് കർസർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡേറ്റ, അപ്പം ഇപ്പം ഞാനാണ് യൂസർ. ഓക്കെ, ഞാനൊരു ഡേറ്റ ടൈപ്പ് ചെയ്യണം, COCHIN കൊച്ചിൻ. വെറുതെ ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം? കൊച്ചിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കണം. അപ്പോൾ കൊച്ചിന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തപ്പോൾ നമുക്ക് എന്താണ്? സോറി ട്രൈ അഗെയിൻ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ കാണിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു യൂസർ നമ്മൾ ബാക്ക് എൻഡിൽ കോഡ് എഴുതുമ്പോൾ ഇപ്പം ഒരു ലോഗിൻ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ്, അത് ഓതന്റിക്കേഷൻ വെച്ചാണ് എടുക്കുന്നത്. അപ്പം നമുക്കൊരു യൂസർ നെയിം അറിയാം, പക്ഷെ എന്നാലും നമ്മൾ റോങ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഫോൾസ് 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 എന്ന് മാത്രം വരുവാണ് അല്ലേ. നമുക്കപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റിൽ നമുക്കൊരു യൂസർ ഇൻപുട്ട് കൊടുക്കും. അപ്പം യൂസർ ഇപ്പം ഇവിടെ എന്താണ്? ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണ്. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് എൽസ് പാർട്ടിലേക്കാണ് വന്നത്. ഇനിയും വേണമെങ്കിൽ നമുക്ക് എലീഫ് പാർട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്കാണെങ്കിൽ യൂസർ ഈക്വൽ എ ആണ്, അല്ലെങ്കിൽ യൂസർ ഈക്വൽ ബി നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബി ഈക്വൽ ഞാൻ എന്ത് ചെയ്യുന്നു? കൊച്ചി എന്ന് കൊടുത്തു. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു എലീഫ് പാർട്ട് കൊടുക്കുവാണ്, ELIF. ഓക്കെ, എലീഫ് യൂസർ ഡബിൾ ഈക്വൽ ബി പ്രിന്റ് ഓഫ്. അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ആവണം? ലോഗിൻ അല്ലെങ്കിൽ ഹോം പേജ് എന്ന് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പം നമുക്ക് ഇപ്പം ഞാനിപ്പം ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോറിയാണ് കിട്ടുന്നത്. കാരണം ഇവിടെ ക്യാപ് ലോക്ക് ആണ് കൊടുത്തേക്കുന്നത്, സ്മോൾ ലെറ്റർ ആണ് ഇതിൻ്റെ അത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് പാറ്റേൺസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കേസ് സെൻസിറ്റീവ് വെച്ചിട്ട് നമുക്കതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ റൺ ചെയ്തിട്ട് ഇപ്പം കൊച്ചിന്ന് കൊടുത്തു കഴിഞ്ഞാലും ഹോം പേജിലേക്ക് പോകും. അതേപോലെ തന്നെ ഹലോ എന്ന് കൊടുത്താലും ലോഗിനിലോട്ട് പോകും. അപ്പോൾ ആക്ച്വലി ഇവിടെ എലീഫ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചതാണ്. എലീഫ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് കണ്ടീഷൻ 2-3 വട്ടം നമ്മൾ ചെക്ക് ചെയ്യും അല്ലേ. ഇപ്പം നമ്മൾ ഒരു വട്ടം നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഒരു വട്ടം നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം റോങ് പാസ്വേഡ് ആണ് അല്ലെങ്കിൽ യൂസർ നെയിം റോങ് ആണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുവാണോ? നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ പാസ്വേഡ് നമ്മൾ റോങ് ആയിട്ട് ഒരു 3 വട്ടം നമ്മൾ ടൈപ്പ് ചെയ്തു, 4-ാം വട്ടം ടൈപ്പ് ചെയ്ത് അത് റോങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഫസ്റ്റ് എന്താണ്, ഒരു മിനിറ്റ് നമുക്ക് ബ്ലോക്ക് ആവും. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ്? നമുക്ക് കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഓക്കെ ലോഗിൻ ആണ്. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ ചെക്ക് എലീഫ് നമ്മൾ കൊടുക്കും, പിന്നെ നമ്മൾ എന്താണ്? അടുത്ത എലീഫ് കൊടുക്കും, അതിനുശേഷം പിന്നെ അടുത്ത എലീഫ് കൊടുക്കാം. അപ്പൊ നമുക്കൊരു 3 വട്ടം നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്താണ്? എൽസ് പാർട്ടിലേക്ക് വേണേൽ കൊടുക്കാം. അപ്പം ഈ എലീഫിനകത്ത്, അതായത് ഇഫ് കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജ് നമുക്ക് അവിടെ വരണം? പോപ്പപ്പ് ആയിട്ട് യൂസർ നെയിമോ പാസ്വേഡോ റോങ് ആണെന്നുള്ള മെസ്സേജ് കാണണം. ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത കണ്ടീഷനാണ് അവിടെ റൺ ആവുന്നത്. എലീഫ് വെച്ചിട്ട് അടുത്ത കണ്ടീഷൻ റൺ ആവുകയാണ്. അല്ല നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇഫ് എൽസ് പാർട്ട് നമ്മൾ കൊടുത്തെങ്കിൽ ഒരു വട്ടം നമ്മൾ ഡേറ്റ ടൈപ്പ് ചെയ്തു, അത് റോങ് ആണെങ്കിൽ എന്താണ്? സോറി എന്ന് അപ്പം തന്നെ വരും, എൽസ് പാർട്ടിലോട്ട് പോകും അല്ലേ. ഇനി എൽസ് പാർട്ട് കൊടുത്തില്ലെങ്കിലോ നമുക്കവിടെ ഒരു ഡേറ്റയും കാണിക്കത്തില്ല. അപ്പം ഇഫ് എൽസ് കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ യൂസ് ചെയ്യും, ട്രൈ എക്സെപ്ഷൻ. എന്തിനാണ് ഈ ട്രൈ എക്സെപ്ഷൻ യൂസ് ചെയ്യുക? അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം കണ്ടീഷൻസ് നമുക്ക് എഴുതുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുവാണ്. ഓക്കെ, ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെർച്ച് ചെയ്യുവാണ്. അപ്പം ഫ്ലിപ്കാർട്ടിലുള്ള പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പം അതെങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം മൊബൈലിൽ നിന്ന് ഞാൻ ടൈപ്പ് ചെയ്യണം, അപ്പോൾ ആ കാറ്റഗറിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ വരും. ഡ്രസ്സ്, അതേപോലെ തന്നെ ലാപ്ടോപ്പ്, എല്ലാ കാര്യങ്ങളും വരും. ഇനി ഞാനിപ്പം അതിൻ്റെ അകത്ത് ഐഫോണിന് വരെ ഞാൻ ഇപ്പം കാറ്റഗറി എന്ന് പറയുന്നത് മൊബൈല്, അതേപോലെ തന്നെ ടി വി, ടി വി, ലാപ്ടോപ്പ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഐഫോണിന് ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഡേറ്റ അവിടെ ഫിൽട്ടർ ചെയ്ത് കാണിക്കും. ഞാനിപ്പം ഇല്ലാത്തൊരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ ഇ കൊമേഴ്സ് തന്നെ ചെക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മൊബൈലിൽ നിന്ന് ടൈപ്പ് ചെയ്തു, കണ്ടോ മൊബൈൽ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഐഫോൺ എന്ന് കൊടുത്തു, ഐഫോൺ എനിക്ക് അപ്പം തന്നെ ഫിൽട്ടർ ചെയ്ത് കിട്ടും. ഓക്കെ, ഞാനിവിടെ 0000 എന്ന് കൊടുത്തു, കണ്ടോ നമുക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർ കൊടുക്കുവാണ്. ഓക്കെ, ഒറ്റ ഡേറ്റയും ഇല്ല. ഓക്കെ, ഞാനിവിടെ ഇപ്പം സ്റ്റാർ കൊടുത്തു, നമുക്ക് എന്താണ് ഒരു ഡേറ്റ പോലും ഇതിൽ അവൈലബിൾ അല്ല. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുവാണ്, ഇപ്പം റോങ് ഇൻപുട്ട് ആണെങ്കിൽ ഞാനിപ്പോൾ കൊടുത്ത സ്റ്റാർ എന്താണ്, റോങ് ഇൻപുട്ട് ആണ്. കണ്ടോ നമുക്ക് ഇവിടെ മേളിൽ കാണാൻ പറ്റും, സെർച്ചിൻ്റെ ഇവിടെ flipkart.com/searchന്റെ അവിടെ നമ്മൾ എന്താണ് ക്യൂ ഈക്വൽ നമ്മൾ എന്താണ് ഒരു വാല്യൂ ആണ് നമ്മളിവിടെ സെർച്ച് ചെയ്തേക്കുന്നത്. ഇത് ഫിൽട്ടർ ചെയ്യുന്നില്ല, കാരണം ഇങ്ങനൊരു ഡേറ്റ നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അപ്പം ഒരു യൂസർ എന്താണ് ഒരു റോങ് ഇൻപുട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് വേണേൽ കൊടുക്കാം 404 പേജ് കൊടുക്കാം. അത് പേജ് കൊടുക്കേണ്ടത് നമുക്ക് എന്തൊക്കെയാണ്, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ 404 പേജ് കൊടുക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പം പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കാം. അപ്പൊ ഈ പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് ഞാൻ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തൊരു റോങ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാത്തിനകത്ത് എന്താണ് പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയും കൊടുക്കാൻ പറ്റില്ല. അപ്പം ഒരു യൂസർ റോങ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പൊ ഇവിടെ ഈ ഒരു യൂസർ റോങ് ഇൻപുട്ട് കൊടുക്കുവാണ്, അപ്പം നമ്മൾക്ക് ഇവിടെ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിം ആണ്, പ്ലീസ് ട്രൈ അഗെയിൻ യൂസർ നെയിം എന്ന് കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ യൂസർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റോങ് യൂസർ നെയിം കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പൊ എന്താണ് സോറി ട്രൈ അഗെയിൻ യൂസർ നെയിം എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ യൂസർ നെയിമിന്റെ ആണ് ട്രൈ അഗെയിൻ ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സോറി എന്ന് മാത്രം ഞാൻ കൊടുക്കുവാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് മാത്രം കൊടുക്കുവാണ്. ഓക്കെ, ഞാനിവിടെ പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പം എയ്ക്കകത്തുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൊബൈലും അതേപോലെ തന്നെ ലാപ്ടോപ്പും ആണ്. ഓക്കെ, എം നമുക്ക് സ്മോൾ ലെറ്റർ കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാനാണെങ്കിൽ ടി വി എന്ന് കൊടുത്തു, പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ടോയ് കൊടുത്തു കഴിഞ്ഞാലും പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട്. അപ്പൊ എപ്പോഴും പേജ് റീഡയറക്റ്റ് ആവുന്നത് എന്താണ്, ഇതാണ് റീഡയറക്റ്റ് ആവുന്നത്. ഇപ്പം മൊബൈലിന്റെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ്, മൊബൈൽ എന്ന് കൊടുത്തു, അതിൻ്റെ അകത്തുള്ള എല്ലാ മൊബൈൽസും നമുക്ക് അവിടെ കിട്ടും. മൊബൈൽ എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് നമുക്ക് ഏതൊക്കെ മൊബൈലാണോ കൊടുത്തത്, നമുക്ക് ആ നെയിം സെർച്ച് ചെയ്താലും, അല്ലെങ്കിൽ 15 Pro Max സെർച്ച് ചെയ്താലും, അല്ലെങ്കിൽ 14 സെർച്ച് ചെയ്താലും നമുക്ക് എന്താണ് അത് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് അവിടെ കിട്ടും അല്ലേ. അപ്പൊ കിട്ടാത്ത കുറച്ച് ഡേറ്റാസ് ഉണ്ട്. അപ്പൊ ഒരു യൂസർ റോങ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ് ഒരു മെസ്സേജ് മാത്രം കൊടുക്കരുത്. അപ്പൊ നമുക്ക് എന്താണ് ചിലപ്പോൾ അത് ഫിൽട്ടർ ചെയ്യാം. അപ്പൊ നമ്മൾക്കാണെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലാവും. അപ്പൊ ഈ കണ്ടീഷൻ നമുക്ക് കൊടുക്കുമ്പോൾ പല രീതിയിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഒരു യൂസർ ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഡബിൾ ഈക്വൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് കമ്പയർ ചെയ്യാണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം പാസ്വേഡ് ആണെങ്കിലോ ഇഫ് പാസ്വേഡ് 1 ഡബിൾ ഈക്വൽ പാസ്വേഡ് 2. ഓക്കെ, പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും, ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, പാസ്വേഡ് ഈക്വൽ 1 2 3 4 എന്ന് കൊടുത്തു. ഓക്കെ, പാസ്വേഡ് 2 ഈക്വൽ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ പാസ്വേഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഈ പാസ്വേഡും മാച്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവത്തുള്ളൂ, ലോഗിൻ ആവത്തുള്ളൂ. അപ്പം നമുക്ക് എന്താണ് ഇഫ് പാസ്വേഡ് 2 ഡബിൾ ഈക്വൽ
പാസ്വേഡ് കോളൻ പ്രിന്റ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം ലോഗിൻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എൽസ് പാർട്ട് നമുക്ക് കൊടുക്കാം. എൽസ് പാർട്ട് കൊടുക്കാം പ്രിന്റ് ഓഫ് റോങ് പാസ്വേഡ്. ഓക്കെ, ഓക്കെ റൺ ചെയ്യാണ്. എൻ്റർ പാസ്വേഡ് നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ് ആയതുകൊണ്ട് നമുക്ക് ഡബിൾ കോട്ട്സ് കോളൻ കോമ അതേപോലെ ഐഫൺ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അത് അതേപോലെ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ പാസ്വേഡ് 1 2 3 4 കൊടുത്തു, ലോഗിനാണ്. ഇപ്പോൾ 1 2 3 4 5 ആണ് കൊടുക്കുന്നതെങ്കിൽ സോറി പാസ്വേഡ് തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പൊ ഈ പാസ്വേഡ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തപ്പം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താണ് ഓത്ത് വെച്ചിട്ട് ഒതന്റിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇൻ കേസ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ഇതിന്റെ അകത്ത് നമുക്ക് അടുത്ത ഇഫ് എൽസ് കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡബിൾ ഈക്വൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം അല്ലെ, കണ്ടീഷൻ യൂസ് ചെയ്യാം. അപ്പൊ എന്തിനൊക്കെ നമുക്ക് കണ്ടീഷൻസ് യൂസ് ചെയ്യാം, നമുക്ക് എന്താണോ ഇത് നമുക്ക് ചെക്ക് ചെയ്യാം, ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ അത് നമുക്ക് പ്രിന്റ് ആവും. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു പേജിലേക്ക് പോകും, അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു. ഇപ്പൊ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാത്ത ഒരു പ്രൊജക്റ്റ് ഇല്ല. ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ എഴുതുവാണെങ്കിലും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ആ പേജിലേക്ക് റീഡയറക്റ്റ് ആവണം. മനസ്സിലായോ? അപ്പം കമ്പയർ ചെയ്യുന്നത് ഡബിൾ ഈക്വൽ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മളിപ്പം സ്ട്രിങ് രണ്ടും കൊടുത്തു, ജസ്റ്റ് പ്രിന്റ് ഓഫ് എ ഡബിൾ ഈക്വൽ ബി എന്നോ എ ഡബിൾ ഈക്വൽ സി എന്നോ നമുക്ക് കൊടുക്കാം. അതല്ല നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻസ് വെച്ച് നമുക്ക് കൊടുക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് നമ്മൾ എന്താണ് പ്രിന്റ് ഓഫ് ലോഗിൻ എന്നീ കണ്ടീഷന്റെ അകത്തും കൊടുക്കത്തില്ല. നമ്മളിപ്പം ഇപ്പൊ ഒരു പ്രോജക്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് എങ്ങോട്ട് റിട്ടേൺ ചെയ്യണം, റിട്ടേൺ റീഡയറക്റ്റ്. ഇതൊന്നും ലോഡ് ചെയ്യാത്തോണ്ടാണ് നമുക്ക് ഈ എറർ വരുന്നത്. ഓക്കെ, ഓക്കെ റിട്ടേൺ റീഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഹോം ഡോട്ട് HTML, ഓക്കെ ഹോം ഡോട്ട് HTML ഇത് റീഡയറക്റ്റ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം റീഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകണം, ലോഗിൻ പേജിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഈ പ്രിന്റ് ഫംഗ്ഷൻ ഒക്കെ നമ്മളിപ്പം ഇവിടുന്ന് നമ്മളിപ്പം ഇങ്ങനെ ചെയ്യുകയാണ്. പ്രിന്റ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. ഇതെല്ലാം നമുക്ക് വർക്ക് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ബാക്ക് എൻഡിൽ ഔട്ട്പുട്ട് മാത്രം കിട്ടണമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അതിന്റെ അവിടെ ഒരു പ്രിന്റ് നമ്മൾ യൂസ് ചെയ്യും. അതല്ല നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ഈക്വൽ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, എന്തിനാണ് ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് പ്ലസിന്റെ യൂസ്? പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് സ്ട്രിങ്ങിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ രണ്ട് വാല്യൂനെ ആഡ് ചെയ്യാനും പറ്റും. രണ്ട് ബിഹേവിയർ ആണല്ലോ, രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്യും പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ കൊടുക്കേണ്ടത്? പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? പ്രിന്റ് ഓഫ് എ പ്ലസ് ബി, ഇങ്ങനെയല്ലേ? ഓക്കെ, റൺ ചെയ്തു. നമുക്ക് ഹലോ പൈത്തൺ എന്നുള്ളത് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടി. ഈ പ്ലസ് അല്ലാതെ നമുക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? ഒരു വേരിയബിളിനെയും കൊടുക്കണം, സി ഈക്വൽ എ ഡോട്ട് അണ്ടർസ്കോർ അണ്ടർസ്കോർ ആഡ് ഓഫ് ബി, പ്രിന്റ് ഓഫ് സി.
കണ്ടോ? എന്തിനാണ് ഞാൻ ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്? ഈ പ്ലസിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ആവുന്നത് ഇതാണ്. നമ്മളിവിടെ പ്രിന്റ് ഓഫ് എ പ്ലസ് ബി എന്ന് കൊടുത്തു. മൈനസ് ആണെങ്കിലോ അണ്ടർസ്കോർ എസ് യു ബി. അപ്പം ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ്, അതായത് നമ്മളിപ്പോ പ്രിന്റ് ഓഫ്, എല്ലാവർക്കും അറിയാം പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ രണ്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. രണ്ട് സ്ട്രിങ്ങിനെ ഒറ്റ സ്ട്രിങ് ആക്കുക, അതായത് കോൺകാറ്റിനേറ്റ് ചെയ്യണം. രണ്ട് വാല്യൂ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ രണ്ട് വാല്യൂ തമ്മിൽ ആഡ് ചെയ്യിക്കാം. എ ഈക്വൽ 1, ബി ഈക്വൽ 2, ഔട്ട്പുട്ട് 3 ആണ്. പ്രിന്റ് ഓഫ് എ പ്ലസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഈ പ്ലസിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഒരു വാല്യൂ ആണ് ഇത്, അതായത് സ്പെഷ്യൽ മെത്തേഡ് ആണ് യൂസ് ആവുന്നത്. അപ്പൊ നമ്മൾ പ്ലസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്ക് ആയി കിട്ടും. ഓക്കെ, അപ്പൊ എ ഡോട്ട് അണ്ടർസ്കോർ ആഡ് ഓഫ് ബി റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് പ്രിന്റ് ഓഫ് സി എന്ന് വിളിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് റൺ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് 3 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി. ഇതേപോലെ തന്നെ ടി എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഈക്വൽ എ ഡോട്ട് അണ്ടർസ്കോർ എസ് യു ബി അണ്ടർസ്കോർ ഓഫ് ബി. ഇതെന്താണ്? മൈനസ്. ഓ, നമ്മൾ പ്രിന്റ് ഓഫ് ടീനെ വിളിച്ചില്ല കേട്ടോ, പ്രിന്റ് ഓഫ് ടി. ഈ സി കോമ കഴിഞ്ഞിട്ട് ടീനെ വിളിക്കാം. ഓക്കെ, അപ്പൊ പ്രിന്റ് ഓഫ് ടി എന്ന് വിളിച്ചപ്പോൾ നമുക്ക് എന്താണ്? -1 നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. അപ്പൊ പ്ലസിന്റെ മൈനസിന്റെ ഇൻറ്റു ഡിവൈഡ്, നമ്മൾ അങ്ങനെ ഓപ്പറേഷൻസിന്റെ ഒക്കെ ബാക്ക് എൻഡിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനൊരു മാജിക് മെത്തേഡ് ആണ് നമുക്കവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മൾ വെറുതെ നമ്മളിപ്പോ പ്ലസ് എഴുതിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, എ പ്ലസ് ബി 1 + 2. ഓക്കെ, ഓപ്പറേഷൻസ് നമ്മൾ എഴുതും അല്ലേ? നമ്മുടെ എന്താണ് സി ഈക്വൽ അല്ലെങ്കിൽ എ ഈക്വൽ എ പ്ലസ് ബി അല്ലെങ്കിൽ ബി പ്ലസ് ഈക്വൽ 1 എന്നൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് ഓപ്പറേഷൻസ് കൊടുക്കും. അപ്പൊ ഈ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് ഇതിന്റെ എല്ലാം നമുക്ക് എന്താണ്? ഈ ഒരു മാജിക് മെത്തേഡ് ആണ് നമുക്ക് അവിടെ വർക്ക് ആവുന്നത്. കാരണം നമുക്ക് ഇങ്ങനെയും എഴുതാം, അതല്ല നമ്മൾ പ്ലസ് ഉപയോഗിക്കാം. എന്താണ്? രണ്ടും സെയിം തന്നെയാണ്, ഔട്ട്പുട്ടാണ്, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഐ ഈക്വൽ എ ഡോട്ട് അണ്ടർസ്കോർ എൽ ടി. ഓക്കെ, എൽ ടി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ. അപ്പൊ എന്താണ്? എ ലെസ് ദാൻ ഓർ ബി വരും. ഓക്കെ, എ ലെസ് ദാൻ ബി വരും. പ്രിന്റ് ഓഫ് ഐ കൊടുക്കാം. ഓക്കെ, ട്രൂ ആണ്. കണ്ടോ? എ ലെസ് ദാൻ ബി. അപ്പൊ നമുക്ക് അതല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ഒരു പോർഷൻ ആയിട്ട് പ്രിന്റ് ഓഫ് എ ലെസ് ദാൻ ബി. ട്രൂ തന്നെയാണ്. ഇതിന്റെ കോഡ് തന്നെയാണ് ഇതും. അപ്പൊ പ്രിന്റ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്താണ്? ഫോൾസ് ആണ് അല്ലെ? അതിന്റെ മാജിക് മെത്തേഡ് എന്താണ്? ജി ടി, അതായത് യു എന്ന് പറയുന്ന വേരിയബിൾ നെയിം. ഇതെല്ലാം വേരിയബിൾ നെയിം ആണ്. സി ടി ഐ യു എന്നുള്ള എല്ലാം വേരിയബിൾ നെയിം ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ വേരിയബിൾ നെയിം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വേരിയബിൾ നെയിം കൊടുക്കാം. പക്ഷേ ഇഷ്ടമുള്ള വേരിയബിൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ നെയിം കൊടുക്കുവാണ്. ഓക്കെ, എന്റെ നെയിം കൊടുത്തതിന് ശേഷം ഈക്വൽ എ ഡോട്ട് അണ്ടർസ്കോർ ജി ടി അണ്ടർസ്കോർ ഓഫ് ബി എന്ന് കൊടുത്തു. പ്രിന്റ് ഓഫ് എന്റെ നെയിം കൊടുത്തു, റൺ ചെയ്തു, ഫോൾസ് ആണ്. ഇങ്ങനെ നമുക്ക് കൊടുത്താലും നമുക്ക് ഒരിക്കലും പ്രൊജക്റ്റിൽ നമുക്കൊരു കൊടുക്കാൻ പറ്റില്ല. അതായത് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊജക്റ്റിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രൊജക്റ്റിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. എന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ നമ്മുടെ നെയിം മാത്രം കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ആർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നെയിം കൊടുത്തു, ഈക്വൽ എ ഡോട്ട് അണ്ടർസ്കോർ ജി ടി അണ്ടർസ്കോർ ബി എന്ന് കൊടുത്തപ്പം ഫോൾസ്. അപ്പം ആഡ് സബ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അതിന്റെയാണ് ഇത്. അതായത് നമുക്ക് പ്ലസ് യൂസ് ചെയ്യാം, മൈനസ് യൂസ് ചെയ്യാം, ലെസ് ദാൻ യൂസ് ചെയ്യാം,
ഗ്രേറ്റർ ദാനും യൂസ് ചെയ്യാം. ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നതാണ് ഈ ഒരു സ്പെഷ്യൽ മെത്തേഡ്. ഓക്കെ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രിന്റ് ഓഫ് ഈ ആറിനെ ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ വിളിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ ആറിനെയും ഐനെയും സിനെയും ടിനെയും ഐനെയും ഒക്കെ ഡബിൾ കോഡ്സിലും സിംഗിൾ കോഡ്സിലും പ്രിന്റ് ഓഫ് ഡബിൾ കോഡ്സിനകത്ത് ആറിനെയും വിളിക്കാഞ്ഞത്? എന്താണ് ഞാൻ വിളിക്കാഞ്ഞത് പ്രിന്റ് ഓഫ് ഡബിൾ കോഡ്സിനകത്ത് 6? വേരിയബിൾ നെയിം ഒന്നും നമ്മൾ ഡബിൾ കോഡ്സിൽ സിംഗിൾ കോഡ്സിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേരിയബിൾ നെയിം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡേറ്റനെ നമ്മൾ സ്റ്റോർ ചെയ്യണം. അതല്ല നമ്മൾ പ്രിന്റ് ഓഫ് 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 1, പ്രിന്റ് ഓഫ് 2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 2, പ്രിന്റ് ഓഫ് 1+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഓക്കെ, അപ്പം ഈ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുമ്പോൾ, അപ്പം ഇവിടെ നമ്മൾ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് എന്താണ്? രണ്ട് സ്ട്രിങ്ങിനെ ഒറ്റ സ്ട്രിങ് ആക്കാനായിട്ട് നമുക്ക് കോൺകാറ്റിനേഷൻ ചെയ്യും. അതിന് നമുക്ക് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഒരു സ്ട്രിങ്ങും ഒരു ഇന്റിജറും കൂടെ കൊടുത്തു കഴിഞ്ഞാലോ വർക്ക് ആവത്തില്ല, അവിടെ ഓപ്പറന്റ് എറർ വരും. അത് നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാം ഈ മാജിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട്. നിങ്ങൾക്കിത് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ഓപ്പറേഷൻസ് എഴുതിയതും ഈ ഒരു കണ്ടീഷൻ എഴുതിയതും? ഇല്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, നമ്മൾ ഈ കാര്യത്തിനെല്ലാം നമ്മൾ ഇവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ, നമ്മളിപ്പം ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ മാജിക് മെത്തേഡ്. ഇത് നമുക്ക് എല്ലായിടത്തും കയറിയിട്ട് നമുക്ക് പ്ലസിന് പകരം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നില്ല, ചെയ്യാം. പക്ഷേ ക്ലാസ്സിനകത്ത് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിലേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്പെഷ്യൽ മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്കത് വർക്ക് ആവത്തുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഒക്കെ എന്താണ്? പ്രിന്റ് ഓഫ് എ പ്ലസ് ബി, പ്രിന്റ് ഓഫ് എ ലെസ് ദാൻ ബി, പ്രിന്റ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ബി, പ്രിന്റ് ഓഫ് എ മൈനസ് ബി കൊടുക്കാം. അപ്പം ഇതിന്റെ ഈ ഓപ്പറേഷൻസിന്റെ ഒക്കെ ബാക്ക് എൻഡിൽ നമുക്ക് ഇങ്ങനൊരു മാജിക് മെത്തേഡ് ആണ് നമുക്ക് ഇതായിട്ടാണ് നമുക്ക് വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മളൊരു കണ്ടീഷൻ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു യൂസറിന് ടൈപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റയും വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന രീതിയിൽ വേണം കണ്ടീഷൻ എഴുതാൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്നെന്താണ് സ്ട്രിങ്ങിനകത്ത് ഞാൻ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? കണ്ടീഷൻസ്, ഈ പ്ലസ് മൈനസിന്റെ, അതായത് കോൺകാറ്റിനേഷൻ, രണ്ട് സ്ട്രിങ് തമ്മിൽ. ഇത് നമ്മുടെ എന്താണ്? നമ്മുടെ ഇഫ് എൽസ് കണ്ടീഷനാണ്. യൂസറിനുള്ള ഡേറ്റയും കൂടെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഡബിൾ ഈക്വൽ, അതായത് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അതേപോലെ തന്നെ കമ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇൻഡെക്സ് വാല്യൂ കാണാൻ. എന്തിനാണ്? അതിനകത്തുള്ള എനിക്ക് ഈ ഒരു ഡേറ്റ എനിക്ക് പ്രിന്റ് ചെയ്തെടുക്കണം എന്നുള്ള ഇൻഡെക്സ് വാല്യൂ ഞാൻ എടുത്തു. ലെങ്ത് കണ്ടു, ടൈപ്പ് ചെക്ക് ചെയ്തു, അതേപോലെ തന്നെ ഓക്കെ ടൈപ്പ് ചെക്ക് ചെയ്തു, ഇതിന്റെ ലെങ്ത് കാണാൻ പറ്റി, ഏത് ഡേറ്റ ടൈപ്പ് ആണ് അതാണ് ടൈപ്പ്, പിന്നെ ഇൻഡെക്സ് വാല്യൂ ചെക്ക് ചെയ്തു, ലെങ്ത് കണ്ടു, അതേപോലെ തന്നെ ഡബിൾ ഈക്വൽ വെച്ച് ചെക്ക് ചെയ്തു, ഇഫ് എൽസ് കണ്ടീഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കോഡും വീഡിയോയും റെഫറൻസിന് വേണ്ടി മാത്രമാണ് സെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പൈത്തൺ ഫയൽ എടുക്കുക, നിങ്ങളൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം, എ ഈക്വൽ പൈത്തൺ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇന്ന് ചെയ്തൊക്കെ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അത് അതേപോലെ തന്നെ ഇത് കമന്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാവോ? ഇതിപ്പോ നോക്കിക്കോണേ, ഇതിപ്പം എനിക്കിത് എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് കമാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ ഫ്രണ്ടിൽ നമ്മളൊരു ഹാഷ് ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഷിഫ്റ്റ് പ്ലസ് ഹാഷ് ടാഗ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, അത് കമാൻഡ് ആയി പോയി. കാരണം നമുക്ക് അടുത്ത റൺ ചെയ്യുമ്പോൾ ഇത് കോഡ് നമുക്ക് വർക്ക് ആവത്തില്ല. അപ്പൊ ഇതിൽ എല്ലാം കൂടെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തിട്ട് Ctrl/ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതവിടെ കമാൻഡ് ആയി പോകും. അത് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിലോ
സെലക്ട് ചെയ്യുക, കൺട്രോൾ/ കൊടുക്കുക, അതവിടെ റിലീസ് ചെയ്യാൻ പറ്റും. ഓരോന്നിന്റെ ഫ്രണ്ടിൽ നമുക്ക് /ഇട്ട് പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ/ കണ്ടോ. അപ്പൊ എനിക്ക് അതവിടെ വർക്ക് ആവത്തേ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നോട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് ഇട്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നോട്ട് എഴുതാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ ഒരു എററും വരത്തില്ല. ഇനി ഇൻ കേസ് ഹാഷ്ടാഗ് ഇട്ടില്ലെങ്കിൽ അവിടെ എറർ വരും. കണ്ടോ. അപ്പൊ നമുക്ക് ഇത് നോട്ട് ഡിഫൈൻഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹാഷ്ടാഗ് ഇട്ട് വെക്കാം. എന്തെങ്കിലും നോട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഹാഷ്ടാഗ് എഴുതി നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇത്രയും ക്ലിയർ ആണോ? അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ എ എന്നും ബി എന്നും ഐ എന്നും ഉള്ള വേരിയബിൾ നെയിം യൂസ് ചെയ്യല്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഡേറ്റ എടുക്കുക. അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള നെയിം, വേരിയബിൾ നെയിം യൂസ് ചെയ്യുക. ക്ലിയർ ആണോ എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നമ്മൾ എപ്പോഴും എ എന്നോ ബി എന്നോ ഐ എന്നോ വെച്ച് നമ്മൾ വേരിയബിൾ നെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോജക്റ്റിലും അങ്ങനെയാണ്. പെട്ടെന്ന് നമ്മൾ കോഡ് എഴുതുമ്പോൾ എങ്ങനെയാണ്, ഇപ്പം DS സ്പേസ് ഐ, ഓക്കെ, ഐ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു ഇത് കൊടുക്കുകയാണ്, കോളൻ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് പാസ് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഒരു വേരിയബിൾ നെയിം നമ്മൾ കൊടുക്കരുത്. നമ്മൾ എപ്പോഴും ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിയബിൾ നെയിം വേണം കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് പ്രൊജക്റ്റിൽ ചെയ്യാം. അപ്പൊ പ്രൊജക്റ്റിന് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്. കോഡ് ഇങ്ങനെ അടുപ്പിച്ച് എഴുതുമല്ല. ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട്, ഓക്കെ, ഒരു ഫംഗ്ഷൻ എഴുതി അത് നമ്മൾ കോൾ ചെയ്യുന്ന അടുത്തൊരു പേജിലാണ്. പക്ഷെ നമ്മൾ ആ ഫംഗ്ഷനും ഇഫ് എൽസ് കണ്ടീഷനും എഴുതുമ്പോൾ ആ ഒരു നീറ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനിൽ നമുക്ക് എറർ കിട്ടും. ലൈൻ 68 നേരത്തെ ലൈൻ ഈ എററിലായിരുന്നു, ഈ ലൈനിലായിരുന്നു എനിക്ക് എറർ വന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ നിങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുവാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ ടൈപ്പ് പഠിക്കുമ്പോഴും ഇത് ഈ സെയിം കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആണ് അതിലും. എല്ലാവരും ഞാനിപ്പം ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, കോൺകാറ്റനേഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഏത് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം, ഫോർ ലൂപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇഫ് എൽസ് കണ്ടീഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയണം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടുന്നത്. പിന്നെ എന്നെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്ത് അയക്കരുത്. നിങ്ങൾക്ക് ഇന്ന് സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഫ്രീ ടൈമിൽ നിങ്ങളത് വർക്കൗട്ട് ചെയ്തിട്ട് അത് ഞാൻ ക്ലാസ് ഇന്ന് തന്നെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് തന്നെ ചെയ്യല്ല. നമുക്ക് ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നവർ ഇന്ന് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇതിനായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഞാനപ്പം വീഡിയോയും ഈ ഒരു